വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് നമ്മൾ കല്യാണത്തിന് പോവുകയാണ്. സോ ഫസ്റ്റായിട്ടാണ് ഞാൻ ഒരു പഞ്ചാബി കല്യാണം അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. സോ ഐ ആം ലിറ്റിൽ എക്സൈറ്റഡ്. സോ ഗൈസ്, ആദ്യം നമുക്ക് റെഡി ആവാം. 7 മണിയാകുമ്പോഴത്തേക്ക് താഴെ ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നൈറ്റാണ് വെഡ്ഡിങ്. നമുക്ക് വേഗം റെഡി ആവാം. ഞാൻ എൻ്റെ ഡ്രസ്സും സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റെഡി ആവാം. അങ്ങനെ ഞാൻ മുഖത്ത് പുട്ടിയടിച്ച വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോയി കാണുക. അപ്പോൾ ഇനി എൻ്റെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ജസ്റ്റ് ടച്ചപ്പ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഗൈസ്, അങ്ങനെ ഞാൻ മാറ്റി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഗൈസ്, അങ്ങനെ നമ്മൾ റെഡിയായി ഇങ്ങനെ താഴോട്ടേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ബയ്യ വന്നിട്ട് പറഞ്ഞത് എൻ്റെ റൂം വേണം കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടെന്ന്. ഇതാണ് ബയ്യ ഇടാൻ പോകുന്ന ഡ്രസ്സ്. ഇതാണ് ഞങ്ങളുടെ പയ്യൻ. അപ്പോൾ അവർ കുറച്ച് ഫോട്ടോഷൂട്ട്സ് എല്ലാം നമ്മളെ റൂമിൽ നിന്ന് തന്നെയാണ് എടുത്തത്. ഫോട്ടോ എടുത്തു കഴിഞ്ഞതിന് ശേഷം അവരെല്ലാവരും താഴെ പോയി. പിന്നെ അവർക്ക് അവരുടേതായ കുറേ ചടങ്ങ് എന്തൊക്കെയുണ്ട്. അത് കഴിഞ്ഞിട്ട് മാത്രമാണ് ഹോട്ടലിലോട്ടേക്ക് പോവുള്ളൂ. സോ നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് ഒരു 1.5 മണിക്കൂറോളം ഇവരുടെ പാട്ടും കൂത്തും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ താഴോട്ടേക്ക് ഞങ്ങൾ ഇറങ്ങാൻ നിന്നിട്ടില്ല. അവരുടെ ക്ലോസ് ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും മാത്രമേ താഴെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവരെ ഇറങ്ങി ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് നമ്മളെല്ലാ പ്രോഗ്രാമും മോളിൽ തന്നെയാണ് കണ്ടത്. അങ്ങനെ അവരെ ചടങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷം ബയ്യനെയും കൂട്ടി അവരെ കുറച്ച് ഫ്രണ്ട്സും ഫാമിലീസും എല്ലാം ഹോട്ടലിലോട്ടേക്ക് പോയി. അങ്ങനെ അവർ പോയപ്പോഴാണ് ഞങ്ങൾ താഴോട്ടേക്ക് ഇറങ്ങിയത്. പക്ഷെ ഞങ്ങൾ താഴോട്ടേക്ക് ഇറങ്ങിയപ്പോഴാണ് ഒരു സത്യം മനസ്സിലാക്കിയത്. എല്ലാവരും പോയി, നമ്മളെ കൂട്ടിയിട്ടില്ല. ബാക്കി എല്ലാവരും പോയിട്ടുണ്ട് എന്ന്. അപ്പോൾ ഞങ്ങൾ വീണ്ടും ആൻറ്റീനെ വിളിച്ച്, ആൻറ്റി വിളിച്ചപ്പോൾ പറഞ്ഞ് നിങ്ങളെ കൂട്ടാൻ ഇപ്പോൾ കാറ് വരും, താഴെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ്. ഓൾറെഡി മാറ്റിയിട്ട് കുറേ ടൈം ഇരുന്നുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെറുങ്ങനെ ബോറടിക്കാൻ തുടങ്ങി. പക്ഷേ വണ്ടി വരുന്നവരെല്ലാവരും വെയിറ്റ് ചെയ്തു. ഗൈസ്, ഇവിടെ രാവിലെയാണ് മാരേജ്, 4 മണിക്ക്. ഇപ്പം എന്തോ വർണ്ണമാല അങ്ങോട്ടും ഇങ്ങോട്ടും ഇടും. അവരുടേതായ പാട്ടും ഡാൻസും. 4 മണിക്കാണ് മാരേജ്. നമ്മളെ കൂട്ടാനൊന്നും കാർ വന്നില്ല ഗൈസ്. എനക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട്. മാറ്റിയിട്ട് എത്ര നേരമായി കാത്തിക്കുന്നു. ഫൈനലി കാറ് വന്നു. പോവാണ് ഗൈസ്. ഈ നമ്മൾ സ്ഥലത്തെത്തി. അതെ കുറേ നേരത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം എവിടെയോ എത്തി ഗൈസ്. അങ്ങനെ നമ്മൾ ഹോട്ടലിലോട്ടേക്ക് എത്തി. 2nd ഫ്ലോറിലായിരുന്നു. 2nd ഫ്ലോറിൽ കയറിയപ്പോഴാണ് ഇത്രയും ക്രൗഡഡ് ആയിരുന്നു എന്ന് മനസ്സിലായത്. സോ നിറയെ ആളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കയറി ചെല്ലുന്ന ടൈം അവിടെ എന്തോ അടുത്ത് അവരെന്തോ ചടങ്ങ് നടക്കാൻ പോകുന്നായിരുന്നു. അപ്പോൾ നമുക്കിവിടെ പൂജാരി എന്ന് പറയുന്ന പോലെ അവിടെ ആരോ ആണ്, എനിക്കറിയില്ല അയാളെ പേരെന്താ പറയാന്ന്. സോ അവർക്കെന്തോ അവിടെ ചടങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമായിരുന്നു. प्रथम भगवत राय श्री हरिकृष्ण ते आई है, जिस डिठे सब दुख जाए, तेग बहादुर सिमरे घर नाम नित आवे धाए, सब थाई हुए सहाय, 10वें पातशाह श्री गुरु गोबिंद सिंह साहिब। हम इधर क्या करूं समझ नहीं आ रहा क्या करें. गॉसिप्स. इधर हाई कर रहा है. वीडियो അവിടെ നിന്ന് ബോറടിച്ച് തുടങ്ങിയപ്പോൾ നമ്മൾ മെല്ലനെ ഫുഡ് സെക്ഷനിലോട്ടേക്ക് പോയി. നമ്മുടെ ഫുഡ് അടി പതുക്കെ സ്റ്റാർട്ട് ചെയ്ത്.
ഫസ്റ്റ് ഡ്രിങ്ക്സിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ആൽക്കഹോളിക് ഡ്രിങ്ക്സും നോൺ ആൽക്കഹോളിക്കും എല്ലാം ഉണ്ടായിരുന്നു. മൊയ്റ്റോസ് അങ്ങനത്തെ എല്ലാ സാധനവും ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ സ്പ്രൈറ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത്. സ്പ്രൈറ്റിൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ പതുക്കെ തുടങ്ങാമെന്ന് വിചാരിച്ച്. സ്റ്റാർട്ടറായിട്ട് മഷ്റൂം, പനീർ, ഇതിൻ്റെ എല്ലാം ഗ്രേവി പോലത്തെ ഒരു ടൈപ്പ് ഫ്രൈഡ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ് എടുത്തത്. മഷ്റൂം ഫ്രൈഡ് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. പക്ഷെ എനിക്കിഷ്ടമായി, അതിൻ്റെ ടേസ്റ്റ് എനിക്കിഷ്ടമായി. ഇത് ബ്രൈഡിൻ്റെ സിസ്റ്റർ ഗ്രൂമിനെ വെൽക്കം ചെയ്യുന്നതാണ്. അവർ നല്ലൊരു വാം വെൽക്കമിങ് കൊടുക്കും. സോ അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഫുഡ് അടി കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നിന്ന് നെക്സ്റ്റ് കഴിച്ചത് ഐസ്ക്രീമും ഹൽവയും ആയിരുന്നു. സോ അതിന് മാത്രം ഒരു കുറവുമില്ല. ഇത് രണ്ടാമത്തെ അവരുടെ എൻട്രി ആണ്. ചെറുക്കനും പെണ്ണും ഒരുമിച്ചിട്ട് വരുന്ന എൻട്രി. അവരുടെ ഫ്രണ്ട്സും ഫാമിലീസ് എല്ലാം കൂടി അവരെ വാം വെൽക്കമിങ് ചെയ്യുന്ന ഒരു എൻട്രിയാണിത്. സോ അതായിരുന്നു ഇവരുടെ സെക്കൻഡ് എൻട്രി എന്ന് പറയുന്നത്. പനീർ കറിയും കുറച്ച് സാലഡും കുറച്ച് സ്വീറ്റ്സും എടുത്തു വന്ന് കഴിച്ചു. അവരെ എൻട്രിക്ക് ശേഷം ഫോട്ടോഷൂട്ടായിരുന്നു. കപ്പിൾസിൻ്റെ അവരെ മാത്രം ഫോട്ടോഷൂട്ട്. പിന്നെ ഫാമിലീൻ്റെ കൂടെ എല്ലാം സെപ്പറേറ്റ് ഫോട്ടോ എടുക്കലായിരുന്നു. അപ്പോൾ നമ്മളും പോയി ഫോട്ടോ എല്ലാം എടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ സൈഡിൽ അവരെ കുറേ ഫാമിലീസ് കൂടി ഡാൻസ് സ്റ്റാർട്ട് ചെയ്ത്. ഇതൊക്കെ തുടങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ടൈം ഏകദേശം ഒരു 12:31 ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചെക്കനും പെണ്ണും. നല്ലോണം ലേറ്റായി എന്ന് തോന്നിയപ്പോൾ നമ്മൾ ബയ്യൻ്റെ അടുത്ത് കൊണ്ടാക്കിത്തരാൻ പറഞ്ഞ്. സോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി.
ഗൈസ് അങ്ങനെ അവസാനം വീട്ടിലെത്തി ഗൈസ്. ഇവിടുന്ന് നമ്മളടുത്ത് 7 മണിയാകുമ്പോൾ മാറ്റിയേക്കാൻ പറഞ്ഞിട്ട് നമ്മൾ 7 മണിയാകുമ്പോഴത്തേക്ക് തന്നെ മാറ്റിയിരുന്നു. അതിനുശേഷം ഇവിടെ കുറച്ച് ബയ്യയുടെ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ വേഗം തന്നെ നമ്മൾ മാറ്റിയിരുന്നു കഴിഞ്ഞ് 7 മണി 8 മണി 8:30 ആയിട്ടും നമ്മളെ പിക്ക് ചെയ്യാൻ വണ്ടി വന്നിട്ടില്ല. ഇവിടുന്ന് പോകാൻ ഓൾറെഡി ലേറ്റ് ആയിന്, പക്ഷെ നമ്മളെ പിക്ക് ചെയ്യാൻ വണ്ടി വന്നിട്ടില്ല. നമ്മളെ പിക്ക് ചെയ്യാൻ വന്നത് അറൗണ്ട് 9 ആയപ്പോഴാണ് നമ്മളെ പിക്ക് ചെയ്യാൻ വണ്ടി വന്നത്. സോ അവിടെ എത്തിയതിനു ശേഷം അവിടെ നിന്ന് ഇപ്പോൾ നടക്കുന്നതെന്ന് വരെ നമുക്ക് മനസ്സിലാവുന്നില്ല. കുറച്ച് പേര് അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്, ബ്രൈഡും ഗ്രൂമും തൊട്ടപ്പുറത്തുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട് അങ്ങനെ. പക്ഷെ പറയാൻ പറ്റാത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഒരു രക്ഷയില്ല. ഞാൻ നല്ലോണം ഫുഡ് കഴിച്ചതിന്, ഫുഡ് മാത്രമാണ് ഞാൻ നല്ലോണം കഴിച്ചത്. കാരണം അത്ര എൻജോയ് ചെയ്ത് ഞാൻ ഫുഡ് കഴിച്ചതിന്. അവിടുത്തെ അത്രക്ക് വെറൈറ്റി വെജിറ്റേറിയൻ ഡിഷസ് ആയിരുന്നു. പിന്നെ ഗുലാബ് ജാം ആയാലും ജിലേബി ആയാലും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോ അത് ഞാൻ എൻജോയ് ചെയ്ത് കഴിച്ചതിന്. പിന്നെ ഇപ്പം സമയം 1:30 നല്ലോണം ടയർഡായി ഗൈസ്, നല്ലോണം ടയർഡായി. വെറുതെ ഇരുന്ന് ബോറടിച്ചിട്ട് വയ്യാണ്ടായതാണ്. സോ അപ്പോൾ ഈ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നത്. കാരണം പകുതി എടുക്കാൻ പറ്റുള്ളൂ. ബോറടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ കുറേ ഭാഗമൊന്നും എടുത്തിട്ടില്ല. ബോറടിച്ചിരിക്കുന്നതേ കാണാനുണ്ടായിട്ടുള്ളൂ. സോ കുറച്ച് എടുത്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന വീഡിയോസ് എല്ലാം വാച്ച് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ലവ് യു ഗൈസ്. ഗുഡ് നൈറ്റ്.